അയാൾക്ക് 10 ലക്ഷവും കിട്ടി, 19 അടി താഴ്ചയിലേക്കും പോയി. ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ. വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും. നമ്പ്യാര് സാറേ, ഓ അനക്കുണ്ട്. കിട്ടിയതിൽ പാതി എനിക്ക് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം. ഞാൻ ഈ കയറങ്ങോട്ടിട്ട് തരാം, മുറുകെ പിടിച്ചോണം. അയ്യോ പിടിച്ചോ, പിടിച്ചിരുന്നോ? നോക്കി വലിക്കുക. അയ്യോ എന്താ നിർത്തിയത്? ചുമക്കുക. താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. നീയോ ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് പോയതല്ലേ നീ? MBA-കാരനായി എന്നെ നീ ഗൂർക്കയാക്കിയ തെണ്ടി, എന്റെ ജീവിതം കുളം തോണ്ടിയ പട്ടി. നീ രക്ഷപ്പെടണ്ടാ, നീ കിണറ്റിൽ തന്നെ കിടന്നോടാ. ശങ്കർജി, ഒരുത്തനിവിടെ ഇനിയും കാത്തിരുന്നാൽ രമേശ് നമ്പ്യാരും സൂര്യമായുടെ കല്യാണം നടക്കും. ഉടനൊരു വെടി പൊട്ടിയില്ലെങ്കിൽ അതും ഒരുണ്ടയിൽ. ഉണ്ടയുടെ എണ്ണമല്ല പ്രശ്നം, നിന്റെ കല്യാണമാണ്. അത് നടക്കണമെങ്കിൽ അവനെ തട്ടിയിരിക്കണം. ഇന്ന് ഞാനെല്ലാം പൊളിച്ചെടുക്കും. ശങ്കർജി സാറേ, ഇവിടെ മൊത്തം കള്ളന്മാരാണ്, മുഴുവൻ കള്ളന്മാരാണ്, ചതിയന്മാര്. അവരുടെ ജീവനോടുകൂടി പിടിക്കാം. ചതി, ചീറ്റിംഗ്, വഞ്ചന. നീ എല്ലാം കേട്ടെങ്കിൽ ആരോടും പറയരുത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെ ഒരു അവിഞ്ഞ ഗൂർക്കയായിട്ട് കഴിയേണ്ടി വരും. എന്റെ ജീവിതം നായ വെക്കും. ഞാൻ പറയും. ശങ്കർജി എവിടാ? എടാ പോടാ പാടാ പട്ടി തെണ്ടി എന്നൊക്കെ ഇനി എനിക്ക് വിളിക്കാം. അതിനുള്ള സ്റ്റാറ്റസ് എനിക്കുണ്ടാ. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടാ ഭ്രാന്ത് പിടിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത്. വല്ലവന്റെ MBA സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് വന്ന് നിനക്കിവിടെ വിലസാമെന്ന് നീ കരുതിയോ? എടാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാടാ ഈ MBA. യുനോ എടാ, നിനക്കൊക്കെ MBA-യുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? പറ. എം മറ്റവന്റെ ബി ബുക്ക്, എ അടിച്ചു മാറ്റുക. MBA മറ്റവന്റെ ബുക്ക് അടിച്ചു മാറ്റുക. അത് അല്ലടാ MBA. താൻ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? തനിക്ക് കേൾക്കണം. എന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെടുത്ത തന്റെ വാടക തന്തയുടെ തനി രൂപം, ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പൊ കണ്ടു. ഈ വീടിന്റെ പുറകുവശത്തെ കിണറ്റി കിടപ്പുണ്ട്. തനിക്ക് വേണമെങ്കിൽ കോരി എടുത്ത് പുഴുങ്ങി തിന്നോ. ഡു യു നോ ഹു ഐ ആം നൗ? രമേശ് നമ്പ്യാർ, MBA. മുകളിലുണ്ട്. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങള് നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ. ശങ്കർജി ഈ ചാക്കിൽ കൊള്ളുവാ. ഇവരെന്തിനാ ഇയാൾ തൂക്കിയെടുത്തോണ്ട് പോകുന്നത്? ആ ചാക്ക് എന്തിന്? നമസ്കാരം. പോനെ തന്റെ വിഗമേശ് ഹോട്ടലില്ല, അവിടെ ചെന്ന ശരിയാവില്ല. ഇവിടെ എന്നാ ജയിലിലാവും. വിഗമേശയിലാതെ സൗണ്ട് മാത്രം അനുകരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ഗൂർക്ക അറിഞ്ഞില്ലേ? അയ്യോ, അയാള് ഗൂർക്കയല്ല, പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത്. അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാർ. ശങ്കർ ജാഗത്ത് ഓഫീസ് റൂമിലുണ്ട്. താൻ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്ക്. അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ. ഈ പ്രായത്തിലുള്ള ഒരു തന്ത എനിക്ക് മാച്ച് ആവില്ല. താൻ പോ, താൻ എവിടെയെങ്കിലും പോ. ഇയാളേതാ? ഞാനിവിടെ പുതിയതാ. ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ. തോട്ടക്കാരുടെ റൂം അതാ. തോട്ടക്കാരൻ എന്താ ഈ വേഷത്തിൽ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരിക്ക് ഫയറിംഗ് കൊടുത്തു. പോയി യൂണിഫോം ഇട്. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവാ, മുസൂറിയിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ. അതിനു മുൻപ് രമേശിന്റെ പപ്പയെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. പപ്പ എന്നെ വിളിച്ചാ? പപ്പ ഹോട്ടൽ റൂമിലില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ പോയിരിക്കാന്ന്. രാവിലെ ഫോൺ ഉണ്ടായിരുന്നു. പപ്പ വരുമ്പോ പ്രത്യേകം പറയണം. കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തോളാം. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. വിഗം മീശം കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഇരിക്കാനൊരു സ്ഥലമില്ല. വെച്ചേക്കാണല്ലേ. ഇതെന്റെ ജീവനോടെ ചാക്കിൽ കെട്ടി വെച്ചേക്കണത്.
ശങ്കർജി സാബ് ഒന്ന് നിൽക്കണേ. ശങ്കർജി സാബ്, ശങ്കർജി സാബ്. വിളിച്ചാ കേൾക്കാത്ത ഒരു സാബ്. ഇയാളെന്തും സാബ്. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. റൂമിൽ സൂര്യ മാഡം. എന്താ? സൂര്യ മാഡം. അല്ല, ഒന്ന് ബെഡ്റൂമിലേക്ക് വരേ. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേൾക്കും മാഡം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി എന്റെ ഭാവി സൂര്യയുടെ കൈകളിലാണ്. എനിക്കിത് മേനോൻജിയോട് പറയണം. എവിടെ മേനോൻജി? പോയില്ലോ. അയ്യോ, എപ്പോ? ഛെ, താഴോട്ട് പോയിന്ന്. താഴോട്ട് പോയെന്നാ? മേനോൻജി, മേനോൻജി, എന്താണ് കിടന്ന് അലർന്നത്? എടോ, തനിക്ക് എന്നെ മനസ്സിലായോ? എടോന്നോ? അതെ, എടോന്ന് തന്നെ. തനിക്ക് എന്നെ മനസ്സിലായോ? ആ മുഴു ഭ്രാന്തനായിരുന്നു ഈ കൂർക്ക. ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയവനാണ് താൻ. ഇനി എന്റെ ഊഴമാണ്. ഞാനിവിടെ ഉഴുതു പറിക്കും. തന്നെ ഞാൻ ഇവിടുന്ന് കെട്ടുകിട്ടിക്കും. ഐ എം രമേശ് നമ്പ്യാർ, MBA. ഇവിടെ ആരുമില്ലേ? വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും ഓടി വരണേ. എല്ലാവരും ഓടി വരണേ. പ്ലീസ് ഓടി വരൂ. ഐ എം രമേശ് നമ്പ്യാർ, MBA, ക്വാളിഫൈഡ്, സുന്ദരൻ, അവിവാഹിതൻ, വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഐ എം രമേശ് നമ്പ്യാർ, MBA. ഹലോ, മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? ഇത് സൂര്യ ഗ്രൂപ്പിൽ നിന്ന് മാനാ. ആ പഴയ ഭ്രാന്തനോട് വന്നിട്ടുണ്ട്. വേഗം വരണം. വയലന്റ് ആയി നിൽക്കുക. ഇനി ഇതിവിടെ കിടന്നാ ചീഞ്ഞു നാറും. അപ്പൊ ചത്തുന്ന് ഉറപ്പാണോ? ചത്താലും ചത്തില്ലെങ്കിൽ എവിടെ കൊണ്ട് കുഴിച്ചിടണം. അയ്യോ, ഞാൻ ചത്തിട്ടില്ലേ? അയ്യോ. ഇതെന്താ ഭ്രാന്താശുപത്രിയിൽ വേണ്ടി ഇവിടെ? ആ മേനോൻ ഇളകിയോ? അച്ഛ, ഒരു ഈ ലഗേജ് നമുക്ക് ആ വണ്ടി കയറ്റി വിട്ടാലോ? ഇപ്പോഴാണാടാ നീ എന്റെ മോനായത്. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. എന്റെ നല്ല സമയം തുടങ്ങി. നെല്ലും പതിരും ഉടനെ വേർതിരിയും. ആ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയി. അപ്പൊ ചാക്കിനകത്താരാ? ആരാണ് ചാക്കിനകത്ത്?